സുഹൃത്തുക്കളെ, ഗ്രാമത്തിലെ കുറച്ച് ഏച്ചിമാർ എൻ്റെ കൂടെയുണ്ട്. അവർ പറഞ്ഞു തരും ഇവരുടെ ഗ്രാമത്തിലും കൂടാതെ തന്നെ അവരുടെ ഗ്രാമത്തിലെ ഭാഷ നമുക്കൊന്ന് അറിയാം. കംബ്രി ലെപ്ച കൾച്ചറിൽ പെടുന്ന രണ്ട് ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്. നമുക്ക് പരിചയപ്പെടാം. കംബ്രി കംബ്രി മത്തലം നമ്മൾ നേപ്പാളിലൊക്കെ പോകുമ്പോൾ നമസ്തേ ആയിരുന്നല്ലോ, ഇവിടെ കംബ്രിയാണ് ഉപയോഗിക്കുക. തബേക്ക ഞാൻ പോലിയേ ഗ്രാമത്തിലെ ഒരു അപ്പൂപ്പൻ എൻ്റെ കൂടെയുണ്ട്. തബൈ നമസ്തേ. കസ്തൂനുൻസ കനക്കാലിയ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ വന്ന വെസ്റ്റ് ബംഗാളിലെ രണ്ട് അമ്മയും അച്ഛനുമാണ് കേട്ടോ. നമുക്ക് അവരെ പരിചയപ്പെടാം. नमस्ते। नमस्ते। नाम बोलिए। काकुली मुखर्जी। किधर से है? कोलकाता से। बात करो जगह कैसे है इधर? ये जगह बहुत अच्छा है और इससे मिलकर बहुत खुशी हुई। बहुत हंसमुख लड़का है, बहुत सारे बातें हुई हमारे साथ। मैं अभिजीत मुखर्जी, मैं भी कलकत्ता से हूँ। ये काकुली मुखर्जी मेरा वाइफ है। हम लोग आज किधर जाना है? आया है यहाँ से। हमको आज लाचुंग और युमथंग वैली और 0 पॉइंट जाना है। तो ये जो लड़का है ना, ये बहुत बढ़िया लड़का है। इनसे मिलके बहुत खुश हो, बहुत खुश है। आप आज आराम से जाओ, अच्छा से नेचर देखो, वीडियो शूट करो, ठीक है? बाय करो। बाय बाय। വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ, യാത്രകളിൽ വ്യത്യസ്തമായ ഗ്രാമങ്ങളിൽ എത്തിപ്പെടുമ്പോൾ. ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് സിക്കിമിലെ മംഗൻ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ജംഗു എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അവിടുത്തെ ഒരു ഹോം സ്റ്റേയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ താഴെയൊരു അമ്മ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിക്കിമിലെ യാത്രകൾ ചെയ്യാൻ നമുക്ക് അത്രമാത്രം പെർമിഷൻ ഇല്ല. അതായത് വെറും 4 ദിവസം മാത്രമാണ് എനിക്ക് ഈ ഒരു ഗ്രാമത്തിൽ വരാൻ ഗവൺമെൻറ് പെർമിഷൻ തന്നിരിക്കുന്നത്. ഇല്ലാത്ത പക്ഷം നമുക്ക് ഗൈഡ് വേണം. അപ്പോൾ 4 ദിവസത്തെ പെർമിഷനിൽ എനിക്കൊരു ഗ്രാമം മൊത്തം കാണുകയും തിരിച്ചിറങ്ങുകയും വേണം. സുഹൃത്തുക്കളെ, ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിലെ ഏട്ടൻ എൻ്റെ കൂടെയുണ്ട്. दाजू नमस्ते। नमस्ते। तबई का नाम बोलिए। मेरो नाम चाहिँ फुर्बा लेप्चा हो। पूर्वा लेप्चा। इसका गांव में लेप्चा लोग ज़्यादा रुकने हैं। जी लेप्चा लोग ही यहाँ पे बेसिकली ये जो एरिया है लेप्चा कम्युनिटी का है। अच्छा। और हम लोग अभी रिसेंटली सिक्किम में भी जंगू में भी गांव जो है हम लोग का लिंगथेम, ये गांव का नाम है आपका ल्याङ्बार लिंगथेम। ഭയങ്കര ടഫാണ് കേട്ടോ ഇവിടുത്തെ ഭാഷ നമുക്ക് സംസാരിക്കാൻ വേണ്ടി. അതായത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ നമ്മളെ ചാണകമില്ല, പശുവിൻ്റെ ചാണകമാണ് പ്രധാനപ്പെട്ട വളം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ അത്രമാത്രം ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇവർ കൊടുക്കുന്നത്. നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ് എനിക്കിവർ തന്നത്. പക്ഷെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ടെൻ്റ് അടിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്, കുളിക്കാനും തുണി അലക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു തെറ്റ് പോലെ തോന്നുന്നു കേട്ടോ. കാരണം അവർക്കിവിടെ ഹോം സ്റ്റേയിൽ ഇപ്പം കസ്റ്റമർ കുറവാണ് ഓഫ് സീസണിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരെ വീട്ടിന് മുമ്പിൽ ടെൻ്റ് അടിക്കാൻ ചോദിക്കുന്നൊരു മടി പോലെ തോന്നി മനസ്സിന്. ഗ്രാമത്തിലെ സുന്ദരന്മാരായ പശുക്കുട്ടന്മാരാണ്. ഹലോ. ചെളിയിൽ മൊത്തം പെരങ്ങി കേട്ടോ, എന്ത് രസമാണ് കാണാൻ വേണ്ടി. പാലം കണ്ടോ? ഇവിടുത്തെ വേലികളൊക്കെ, അതായത് കൈവേലികളൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ, മുളയാണ്. ബാസ് എന്നാണ് കേട്ടോ പറയുക. ഈ മുള കൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ വീടുകളെ ഇവർ പറയുന്നത് പരിങ് എന്നാണ്. ഈ സ്ഥലങ്ങൾ നോക്കി എത്ര രസമാണ്. ഈ കുന്നും ചെരുവുകളിലും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന മൊത്തം നെൽകൃഷിയാണ് കേട്ടോ. ഈ കാണുന്ന എത്ര മനോഹരമായിട്ടാണ് ഇവർ കൃഷി ഇവിടെ ചെയ്യുന്നത്. കാലാവസ്ഥ മോശമായി തുടങ്ങി, മൂടി ക്ലൈമറ്റാണ് കേട്ടോ. മഴ വന്നാൽ നമുക്കിവിടെ സഞ്ചരിക്കാൻ സാധിക്കത്തില്ല. റൂമിലിരിക്കുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചായ കുടിച്ചുകൊണ്ട് മഴ ആസ്വദിക്കാനും നമുക്കിവിടെ കൂടുതൽ സാധിക്കത്തുള്ളൂ. എനിക്ക് സ്റ്റാമറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ പോലെയുള്ള അക്ഷരങ്ങളൊന്നും എനിക്ക് വരത്തില്ല. ആരും എന്നെ കളിയാക്കരുത്. ചില ആൾക്കാരൊക്കെ എന്നെ കളിയാക്കാറുണ്ട് ചില അക്ഷരങ്ങൾ തെറ്റിപ്പോകുമ്പോൾ. എനിക്ക് സ്റ്റാമറിൻ്റെ പ്രശ്നം നല്ലതുപോലെ ഉണ്ട് കേട്ടോ. ഹായ്ഡാ. ഗ്രാമത്തിൻ്റെ ഭംഗി ഏറിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ഇതുപോലുള്ള മുളവേലികൾ. നിങ്ങൾ വിചാരിക്കും ഈ ചെക്കൻ എന്താണ് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ മുളയും മരത്തിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം നമ്മളെ നാടുകളിൽ നിന്നും കുടിയേറി കല്ലുകളാണ് മതിലുകളെന്ന് പറയുന്നത്. കല്ലുകൾ കൊണ്ടും പാറക്കല്ലുകളും കൊണ്ടും മറ്റൊരു വീട് കാണാത്ത തക്കമാണ് ഇന്ന് മനുഷ്യർ വലിയ മതിലുകൾ നിർമ്മിക്കുന്നത്. ഇത് കണ്ടോ, വെറും ഒരു മരമാണ് സുഹൃത്തുക്കളെ.
മരത്തിന് വരെ ഇവിടെ കഥകൾ പറയാനുണ്ട്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഗ്രാമവാസികൾ എന്നും കാണാൻ ആഗ്രഹിക്കുന്നതുമായ ജനങ്ങളുടെ കഥ പറയാനല്ല ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും മരവും മുളയനൊക്കെ കുറിച്ച് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് എല്ലാവരും പഴയ കാലത്ത് നിന്നും പുതിയ കാലത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം പഴയ കാലത്തേക്ക് എത്തി നോക്കാത്തൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ മലയോരത്തിലെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും ഇതുപോലുള്ള വീടുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ ദൈവമേ. ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് പർവ്വതം ഇങ്ങനെയാണ് വരിക, ഒരു മലയുടെ ഒരു സ്ലോപ്പ് ഭാഗത്താണ് ഇവർ വീടുകൾ കെട്ടുന്നത്. അവിടെ അവർ കുറച്ച് പ്ലെയിൻ ഏരിയകൾ ഉണ്ടാക്കി അവിടെ ഇങ്ങനെയുള്ള വീടുകൾ നിർമ്മിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായാലും ഒന്ന് ലാൻഡ് സ്ലൈഡിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടിയും ഒന്ന് ഇവിടെ ഭൂമികുലുക്കം കൂടുതലും വരുന്നൊരു സ്ഥലമാണ്. നേപ്പാളിൽ ഭൂമികുലുക്കം വന്നാൽ ഇവിടെ വരെ അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. എന്തായാലും സന്തോഷം കേട്ടോ. വലിയ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിലും ആൾക്കാർക്കൊരു ശാന്തത ഉണ്ടല്ലോ, അത് മതി. എനിക്കിഷ്ടമാട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എൻ്റെ ഭാവിയിൽ ഒരു വലിയൊരു വീട് പണിയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള വീടുകൾ പണിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരു ഹോം സ്റ്റേ ഒക്കെ എൻ്റെ ഭാവിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അറിയത്തില്ല കേട്ടോ. കാരണം ഒരു നല്ലൊരു കാര്യമാണ് ഒരു ഹോം സ്റ്റേ ഒക്കെ പറയുന്നത്. എന്ത് രസമാണല്ലോ, കുപ്പി വരെ അവർ അലങ്കാരമാക്കി വെച്ചിരിക്കുകയാണ്. ഏരിയകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാഗുകൾ നമ്മളെല്ലാവരും യാത്രയിൽ കണ്ടിട്ടുണ്ടാവും. ഇതെന്താണെന്ന് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. ഇതിനെ ലുന്ത ഇല്ലെങ്കിൽ ലുന്തർ എന്ന് പറയും. ഒരു മന്ത്രമാണ്, ഇതിൽ കുറേ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മന്ത്രമാണ്, അതായത് ടിബറ്റൻ ബുദ്ധ ഫ്ലാഗ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇല്ലെങ്കിൽ മെമ്മറി ഫ്ലാഗ് എന്ന് പറയും. മരിച്ചുപോയ ആൾക്കാരുടെ മെമ്മറി ആയിട്ടാണ് ഓരോരോ ഫ്ലാഗുകൾ ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ ഹിസ്റ്ററീസൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതിന് മാത്രം നമുക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അതിൽ സാധാരണ ആൾക്കാരുടെ ഫ്ലാഗിനൊരു വ്യത്യാസം ഉണ്ടാകും, വെള്ള കളറൊക്കെ ആയിരിക്കും. പൂജാരിമാരുണ്ടാവുമല്ലോ മൊണാസ്ട്രിയിലെ, അവർക്ക് വ്യത്യസ്തമായ മറ്റൊരു ഫ്ലാഗ് ആയിരിക്കും, മഞ്ഞ കളറോ ഇല്ലെങ്കിൽ അതിൽ ചുവപ്പ് അക്ഷരങ്ങളൊക്കെ ആയിട്ടായിരിക്കും. ഇതിലേക്ക് കാറ്റടിക്കും തോറും മന്ത്രത്തിന് സ്പീഡ് കൂടുന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇത് പൊതുവേ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ചോദിച്ച എല്ലാ സ്ഥലങ്ങളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് എനിക്ക് കിട്ടിയിരുന്നത്. കൂടുതലും ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ നിലവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ വീണ്ടും ജീവിതത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. നിലവിൽ കിട്ടിയൊരു ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പർവ്വത ഗ്രാമത്തിലും ചെറിയ റോഡുകളുണ്ട് കേട്ടോ. പൊട്ട റോഡാണെങ്കിലും അത്യാവശ്യം റോഡുണ്ടെന്ന് പറയാം. കാരണം ഇവിടെ എത്രത്തോളം റോഡ് പണിതാലും ഓരോരോ മഴക്കാലത്തും റോഡ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കേബേജിൻ്റെ കൃഷി കണ്ടോ, വരി വരിയായിട്ടാണ് അവർ നട്ടിരിക്കുന്നത്. ഏകദേശം 100-300 കേബേജ് ഉണ്ട് കേട്ടോ. ഇതിൽ 300 കൂടുതലുണ്ടെന്നാണ് ഈ വീട്ടിലെ ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ എൻ്റെ ദൈവമേ, എത്ര മനോഹരമായൊരു വീടാണ് നോക്കിയേ. വീട്ടിൻ്റെ കവാടമൊക്കെ പണിതത് എന്താണ്, പുല്ല് കൊണ്ടാണ് കേട്ടോ. ഇന്ന് അവിടെ എന്തോ പൂജ നടക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് എനിക്ക് നിലവിൽ അലോഡില്ല. പൂജ കഴിയുന്നത് ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിയും കേട്ടോ. എന്നോട് പറഞ്ഞു ഗ്രാമം മൊത്തം കറങ്ങിയിട്ട് വാ, അവരുടേതായിട്ടുള്ളൊരു പൂജയാണ്, ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. എന്ത് തന്നെയാലും നല്ല രസമുണ്ടല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി. വീട്ടിലേക്ക് വരുന്ന പാത കണ്ടോ, വാഹനമൊന്നും വരത്തില്ല വീട്ടിലേക്ക്. നമ്മൾ നടക്കണം കേട്ടോ. ഒരു 300-400 മീറ്റർ ഇങ്ങനെ കാൽനടയായി സഞ്ചരിച്ച ഗ്രാമത്തിലെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പം പോകുന്ന പാത കണ്ടോ, ആരോടും ചോദിച്ചിട്ട് പോകുന്നതല്ല. ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും വഴി മാറിപ്പോകും. അപ്പം ഗ്രാമത്തിലെ ആൾക്കാരെന്ന് പറയും ഇങ്ങനെ കാണുന്ന വഴിയിലൂടെ നേരെ പോയാൽ ഓരോരോ ഗ്രാമങ്ങൾ കണ്ടുകൂടി നിനക്ക് സഞ്ചരിക്കാനാവുമെന്ന്. ലെപ്ച കൾച്ചറിൽപ്പെട്ട ആൾക്കാർ കൂടുതലും താമസിക്കുന്നത് മലഞ്ചെരുവുകളിലാട്ടോ. അതായത് മലയോര പ്രദേശത്തിലെ തണുത്ത ഭൂപ്രദേശത്താണ് ഇവർ കൂടുതലും താമസിക്കുന്നത്. തണുപ്പിനെ നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു ജനതയാണെന്ന് കൂടി പറയാം. നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന വീട് നോക്കിയേ, ഒരു കൊടും കാട്ടിൻ്റെ അകത്താണ് ഒരു വീടുള്ളത്. എൻ്റെ ദൈവമേ, ഇവർ പറയുകയാണ് ഇവിടെ ആനിമൽസൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിനകത്തേക്കൊന്നും വരില്ല. ആനയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതൊന്നും ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആനയല്ല, വയനാട് ഭാഗത്തൊക്കെ കൂടുതലുള്ളത്. ഇവിടെ ആന അങ്ങനെ തുടങ്ങിയ ആനിമൽസ് ഒന്നും ഇല്ല കേട്ടോ. കരടി, ചെറിയ ചെറിയ പുലികൾ, പിന്നെ പാമ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. കിങ് കോബ്ര ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. രാജഭവൻ പോലെ ഡേഞ്ചർ അല്ലേ, പേടിയാവുന്ന കേട്ടോ ആലോചിക്കുമ്പോൾ തന്നെ. എന്തായാലും സമ്മതിക്കണം കേട്ടോ, മുള കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ കാട്ടിൽ ഇവർ താമസിക്കുകയാണ്. ഗ്രാമത്തിലെ സ്കൂളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ LKG ആണ് കേട്ടോ. ചെറിയ കുട്ടികളുടെ ഒരു സ്കൂളാണ് കാണുന്നത്. എത്ര മനോഹരമായിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു സ്കൂള് കാണാൻ വേണ്ടി. നല്ല തണുത്ത ഭൂപ്രകൃതി, കൂടാതെ അന്തരീക്ഷത്തിനെ കുറിച്ച് പറയണ്ടല്ലോ, മൊത്തം ഓർഗാനിക്കാണ്. നമ്മളെ നാട്ടിൽ കഞ്ഞിപ്പുര എന്നൊക്കെ പറയാറില്ലേ, തൊട്ട് ബാക്കിലായിട്ട് കഞ്ഞിപ്പുര വരെ ഉണ്ട് കേട്ടോ.
കുട്ടികൾക്ക് ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സൗജന്യമാണ്. കൂടാതെ തന്നെ ഇവർക്ക് എന്താണ് യൂണിഫോം ബുക്കും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ വക സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷം തോന്നി കേട്ടോ ഗ്രാമത്തിലെ ഒരു മനോഹരമായ സ്കൂള് കാണാൻ വേണ്ടി. ഒരു ചാക്ക് ഉള്ളിയും എടുത്തിട്ട് പോകുന്ന ഗ്രാമത്തിലെ ഒരാളെ കേട്ടോ കാണുന്നത്. എൻ്റെ ദൈവമേ, എത്ര ആരോഗ്യമുള്ള മനുഷ്യരാണല്ലേ. ചുരുങ്ങിയത് 2 കിലോമീറ്ററെങ്കിലും നടക്കും കേട്ടോ. അത് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തണം. ഇവിടെ ഷെയർ വാഹനങ്ങൾ വളരെ കുറവാണ് കേട്ടോ. രാവിലെ ഉച്ചക്ക് മാത്രമേ ഇവിടെ ഒരു ജീപ്പ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വണ്ടി പിന്നെ കിട്ടത്തില്ല. ആൾക്കാർ നടന്നാണ് പോവുക. സുഹൃത്തുക്കളെ, ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഈ ഒരു വീടും ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ. സഞ്ചാരികൾ വന്നാൽ ചുരുങ്ങിയത് ഒരു 20 പേർക്കെങ്കിലും താമസിക്കാൻ പറ്റുന്ന ഒരു വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടുത്തെ വീടുകൾ ഇങ്ങനെയാണ് കേട്ടോ. കാരണം സഞ്ചാരികൾ വന്നാൽ അവർക്കുള്ളൊരു വരുമാന മാർഗം കൂടിയാണ് ഇതുപോലുള്ളൊരു ഹോം സ്റ്റേ. ഇവിടുത്തെ പഴയൊരു വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ കൃഷിയിടവും ആ വീടും നമ്മൾക്ക് കാണാം. സുഹൃത്തുക്കളെ, ഗ്രാമത്തിലെ കുറച്ച് ഏച്ചിമാർ എൻ്റെ കൂടെയുണ്ട്. അവർ പറഞ്ഞു തരും ഇവരുടെ ഗ്രാമത്തിലും കൂടാതെ തന്നെ അവരുടെ ഗ്രാമത്തിലെ ഭാഷ നമുക്കൊന്ന് അറിയാം. कमरी कमरी मतलब क्या है? नमस्ते. कमरी मतलब नमस्ते. ग्रीटिंग मतलब लेप्चा कल्चर का ग्रीटिंग. ओके, तवे का नाम बोलिए. कमरी, मेरा नाम जुला समित लेप्चा है. जुला समित लेप्चा. ठीक है. मेरा चूसंग लेप्चा. कमरी, मेरा नाम इलामित लेप्चा है. इलामित लेप्चा है. ഇവിടുത്തെ ഭാഷ കണ്ടോ, നമ്മളെ മലയാളം ഭാഷ. മലയാളം മാലുവേ केरला का भाषा है. अभी मैं बात करने में साउथ इंडिया का केरला जगह है, इसका भाषा है. आप लोग इधर ही क्या काम करना है? मतलब कैदुबाड़ी फार्मिंग. पहाड़ में फार्मिंग. अच्छा, कैसे है सिक्किम? नहीं डिस्क्राइब करना है तो इट्स वेरी प्रीटी, ओके, टू बी ऑनेस्ट, एंड वेरी पीसफुल. तो फिर अभी इधर का प्रेजेंट लिंगथेम का बात करना है तो अच्छा, लाइक जो हमारा सोसाइटी है ओके, बहुत हेल्पफुल है अभी तक तो. ठीक है. अभी हिंदी बात करना है. हाँ, हिंदी से बात बिकॉज कंफर्टेबल है. ठीक है, ओके ओके. और अभी भूटान का न्यू ईयर है, आप लोग में अभी न्यू ईयर इधर ही. न्यू ईयर हमारा जो लेप्चा का है वो तो खत्म हो गया. कदम है. अच्छा, भूटानी हमारा टिबेटन जो- लोगों का है. टिबेटन लोगों का हमारा फेस्टिवल जो लाइक न्यू ईयर होता है उसको तो नामसूंग कहते हैं ना. सुन. नामसूंग. वो दिसंबर में होता है. अच्छा अच्छा, टिबेट का कल्चर इधर का कल्चर एक ही है. नो, रिलीजन इट्स लाइक रिलीजन और कल्चर डिफरेंट होता है ना. तो Okay. हम जो रिलीजन मानते हैं वो तो बुद्धिस्ट है. बुद्धिस्ट है. बुद्धिस्ट अच्छा, लेकिन जो कल्चर है हमारा वो लेप्चा कल्चर डिफरेंट ही होता है थोड़ा. अच्छा, मतलब एक मैं बाई करना है, इसका मैं तवे का भाषा में क्या करना है, क्या बोलना है? मतलब एक आदमी जाने में बाई बोलना है, इधर में क्या बोलते हैं? टोक्ची. टोक्ची. It's kind of thank you, Thank bye you, bye. bye bye. टोक्ची लेफ्चा भाषा टोक्ची. ओके, टोक्ची Tokchi Atim, टोक्ची अतीम. very grateful. അച്ഛാ അച്ഛാ, ഇത് പുതിയൊരു ഇൻഫർമേഷനാണ് കേട്ടോ. ഇങ്ങനെ പോലെ ആൾക്കാരെ എൻ്റെ വീഡിയോയിൽ കിട്ടുന്ന അപൂർവമാണ്. അവരുടെ കൂടെ താല്പര്യപ്രകാരമാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ധന്യവാദം. Thank you, Tokchi Atim. ഇവിടത്തെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. പൂക്കളുകളൊക്കെ നിറച്ചൊരു വീടാണ് ഇവർ. എന്ത് രസമായിട്ടാണ് ഇവർ പണിത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചോ, താഴെ ഭാഗത്താണ് ഇവർ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അതായത് ഇവരുടെ പണി സാധനങ്ങളും പലകകളും എല്ലാ തരത്തിലുള്ള സാധനങ്ങളൊക്കെ താഴെയാണ് വെക്കുന്നത്. അതിനൊരു തൂൺ ഇവർ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുകളിലാണ് ഇവർ താമസിക്കുന്നത്. താഴെ ഗോഡൗൺ ആണെന്ന് വിശേഷിപ്പിക്കുക. ഇത് മൊത്തം സഞ്ചാരികൾ വന്നാൽ നിൽക്കാനുള്ള ഒരു റൂമാണ് കേട്ടോ. കൂടാതെ തന്നെ വീട്ടുകാരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൃഷിയാണ് കേട്ടോ. 100% കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. തൊട്ട് മുമ്പിൽ തന്നെ ഇവർക്ക് നെൽപ്പാടം വരെയുണ്ട് കേട്ടോ. നെൽപ്പാടമാണ് നിങ്ങളീ കാണുന്നത്. എൻ്റെ ദൈവമേ, എന്ത് രസമാണല്ലേ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി. വലിയൊരു നെൽപ്പാടമാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പം പച്ചക്കറി കൃഷിയാണ്. നമ്മളെ കോളിഫ്ലവർ, ക്യാരറ്റ്, പിന്നെ മത്തങ്ങ, കുമ്പളങ്ങ ഇങ്ങനെ തുടങ്ങിയ എല്ലാ പച്ചക്കറികളുമാണ് ഇവർ താഴെ ഭാഗത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. അതായത് പച്ചക്കറി കൃഷി വേറെയും നെൽകൃഷി വേറെയുമായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. സുഹൃത്തുക്കളെ, ഗ്രാമത്തിലെ ഒരു അപ്പൂപ്പൻ എൻ്റെ കൂടെയുണ്ട്. തവൈ
नमस्ते नमस्ते कस्तो हुनुहुन्छ राम्रै छ खाना खा लिया ये गाय है गाई एक ही गाय है अच्छा ഇതിൽ क्या काम करना है क्लीन करना है ഞാൻ നോക്കുമ്പോൾ ദൂരെ ഒന്ന് ഈ പുല്ലൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുവാണ് സമാധാനമായിട്ട് अच्छा तभी नेपाल से He left Nepal अच्छा बैठो when he was 14 years old. अच्छा तभी के साथ रुकने हैं Up either he like he won't go back. अभी आपका साथ रुकने He's a हैं caretaker actually out here. अच्छा अच्छा All the farms, cardamom field. इतनी दूर में इधर ही आता है No, like he's बचपन से इधर ही है no like almost 70 years. 70 years Since 70 years he's out here. അമ്പോ അതായത് നേപ്പാളിൽ നിന്ന് കുട്ടിക്കാലത്തെ വന്ന ഒരാളാണ് നമ്മളെ ആശാന്റെ കൂടെയാണ് കേട്ടോ ജീവിക്കുന്നത് അമ്പോ തബൈക്ക നാം बीरमान तबई नमस्ते कमरी 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 तबई नहीं है नमस्ते नहीं है कमरी नमस्ते नहीं नमस्ते is नेपाली word നേപ്പാളിലെ ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ സിക്കിമിലെ മദർ ടങ് എന്ന് പറയുന്നത് കോമൺ ആണ് ലെപ്ച ഉണ്ട് ബോട്ടിയ ഉണ്ട് ഷെർപ്പ ലാംഗ്വേജസ് ഉണ്ട് കൂടാതെ തന്നെ ഇവിടെ സംസാരിക്കുന്ന നേപ്പാളി ഭാഷയാണ് ഇവിടെ ലെപ്ചയാണ് കംബ്രി कमरी नाम बोलिए तबई का my name is Lendup लंगदुप Lepcha Lendup Lepcha अच्छा इस आपका प्रॉपर्टी है this is my property it's Rinji Bong homestay റിഞ്ചി Rinji Bong റിഞ്ചി ബോങ് ഹോം സ്റ്റേ homestay നമ്മളെ വെസ്റ്റ് ബംഗാളിലെ കേരളത്തിൽ നിന്നും വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലേക്ക് വരിക അവിടെ നിന്നും സിലിഗുരിയിലേക്ക് വരിക സിലിഗുരിയിൽ നിന്ന് നേരെ ഗാംഗ്ടോക്ക് വരിക ഗാംഗ്ടോക്ക് നേരെ മംഗൻ Nangan and Mangan to Jonggu ജംഗു Jonggu it's Lingthem ലിങ്ദേം ഇവിടത്തെ മറ്റൊരു വീട്ടിലാണ് വന്നിരിക്കുന്നത് അജൂർക്ക പേച്ചാൻ കാ ഘർ ഹൈ പേച്ചാൻ കാ ഘർ ഹൈ പേച്ചാൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരാൾ ഇല്ലെങ്കിൽ ബന്ധം brother ब्रदर है हे प्रभु क्या हुआ എന്താ ദൈവമേ बहुत इसको बंद करा दे इसको है എല്ലാ പട്ടികളും കറക്റ്റാണ് दिखना है ट्राउट दिखना है ആ ओ पानी के अंदर नहीं दिखता है അച്ഛാ അതായത് ഹിമാലയ ട്രൗട്ട് എന്ന് പറഞ്ഞ ഫിഷ് ഉണ്ട് ഹിമാലയത്തിൽ 3000 മീറ്ററിലൊക്കെ ജീവിക്കുന്നതാണ് കേട്ടോ നദികളിലും ഒക്കെ വളരുന്നതാണ് അതിന് ഇവർ ഇവിടെ വളർത്തുന്നുണ്ട് കാണിച്ചര ഈ കത്തി പോയോ കെ ജി കാ यो ആ 1200 മൊത്തം 1200 1200 രൂപയാണ് ഈ ഒരു ഫിഷിന് ഒരു കിലോക്ക് കേട്ടോ അതായത് എല്ലാ രീതി കൊണ്ടും ഓർഗാനിക് ആയ ഒരു ജനതയിലാണ് കേട്ടോ അതായത് അത്രമാത്രം പ്യുവറായ ഭക്ഷണം നമ്മുടെ നാട്ടിൽ കഴിക്കണമെന്നാണ് ഇവരുടെ നിയമപ്രകാരം കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു മീൻ ഇവരുടെ വളർത്തുന്നത് മക്കായി ट्रेडिशनल है इधर ट्रेडिशनल है इसे रखते हैं यहाँ കേരള में ചോളം പോലത്തെ ओके നമ്മളെ ചോളം കണ്ടോ വീടിന്റെ മുകളിലൊക്കെ അവർ കെട്ടിത്തൂക്കി വെച്ചിട്ട് എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടി ഡുങ്കു ഇവിടെ ഒരു പട്ടിക്കുട്ടൻ കൂടിയുണ്ട് चिकन को खिलाता है नहीं नहीं इस क्या है एक्चुअली रक्सी बनाया है वाइन मतलब कल्चरल वाइन अल्कोहल हाँ कल्चरल अल्कोहल इसका अंदर कौन सा क्या इंग्रेडिएंट्स डालना है मिलेट है अच्छा रागी है रागी रागी नहीं है ये मिलेट है फर्मेंटेड अच्छा अच्छा इधर इधर लोग ज्यादा पीते हैं पीते हैं हाँ। ठीक है चांग बोलने चांग ये छंग का ही बनता है अच्छा चांग का ये बनाता छंग है। है हाँ അതായത് ഇവിടുത്തെ ലോക്കൽ മദ്യമാണ് കേട്ടോ ये छंग है और ये छंग ऐसा करके इसको अल्कोहल निकालते हैं आप कितना ग्लास पीते हैं नॉर्मली हम नहीं पीते ठीक है हिंदी में हिंदी नेपाली इंग्लिश सब में बोलना मिस करना हाय हाय नमस्ते 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 ना वो नमस्ते मंडल सर ना खमरी ये सब फैमिली है हाँ ये हमारा सब फैमिली है अच्छा अच्छा दाजू नाम बोलिए हाय नाम बोलिए हाँ लकपा लप्पा लप्पा नहीं लकपा 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 हाँ अच्छा तभी का नाम लकपा लकपा अच्छा अच्छा भैया का नाम मेरा नाम नूरजन लेप्चा नूरगिंग नूरजन लेप्चा नूरगिंग लपचा गन नॉर्गेन साउथ इंडिया का नाम इसके है चित्तरन रामचंद्रन आप लोग में मिस्टेक है रामचंद्रन नहीं नहीं स्वागतम वणकम तमिलनाडु में बोलने हाँ तमिलनाडु का भाषा है वणकम
आप लोगों का तो लंबा लंबा होता है नाम। ആ അമ്മ കസ്തൂനുൻസ ठीक एकदम ठीक बोलो। ठीक आइए, ये हमारा लाइक 100 years old house. अच्छा अच्छा Fully wooden. अच्छा Please come inside. നമുക്ക് വീട്ടിൻ്റെ I അകത്തേക്ക് have a like stone table. അമ്മോ ഇസ് പേലൊക്കെ अच्छा स्टोन है हाँ stone നമ്മളെ का table है। കല്ലുകൊണ്ട് बहुत भारी है हाँ भारी है। കല്ലെടുത്ത് കൊണ്ടുവച്ചാ കേട്ടോ Like हमारा room, like all the rooms are not furnished. It's kept like as it is. എൻ്റെ ദൈവം എന്താ നോക്കിയേ പ്രകൃതി വീട്ടിൻ്റെ അകത്ത് കൊണ്ടു വെച്ചതാണോ ഇവര് ഏതാ ഒരു ആംബിയൻസ് കണ്ടോ അമ്പമ്പോ एकदम अच्छा व्यू है Okay. इस राइस है No, it's wheat. वीट मतलब Wheat. आटा है हाँ आटा है हाँ। गेहूं गेहूं। गेहूं बोलते हैं हाँ, अच्छा आटा है ना तो नीचे में राइस है मैं देखते हैं Where? मेरा रुकने का होम स्टे के नीचे राइस है हाँ उधर राइस प्लांट अच्छा, अभी नहीं हुआ है। Like अभी सीजन खत्म सीजन हो रहा है अभी। अच्छा अभी आटा का कल्टिवेशन है हाँ, उधर। അച്ഛാ അച്ഛാ ഇതാണ് ഇവരുടെ റൂമിൻ്റെ അകമ്പൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു ഫാമിലി വരുവാണെങ്കിൽ 1500 രൂപയ്ക്ക് ഇവർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരും കേട്ടോ 3 പേർക്ക് 4 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ നിൽക്കുക ഒരു കിത്തനെ അഭി സാധാ റേറ്റ് കിത്തനെ ഇത് റുക്കിനേക്കാ Rate it's like Season time? we have no like we have one fixed rate. It's 1500. 1500 हाँ, 1500 में सुबह का including ब्रेकफास्ट like including breakfast, lunch, dinner, and tea, snacks, everything. सब मिलते हैं 1500 में जी बहुत अच्छा है आई थिंक मतलब मार्केट में रुकने में 2000 है हाँ, खाना right. अलग है हाँ। इधर थोड़ा ऑर्गेनिक मिलने है like we charge very minimum rate. ठीक है मैं तभी का नंबर इधर ही ऐड करना है Okay, sure. इस हीटर सब मिलते हैं हाँ बहुत अच्छे है देखने आइए। का ठीक है come ठीक है please come. നമുക്ക് അന്തർ ജാനെ പോലിനെ I have one room out here. ഓഹോ ഇവിടെ മൊത്തം എന്താണ് ഇവർക്ക് റൂമുണ്ട് കേട്ടോ എന്ത് രസം നോക്കി കാണാൻ വേണ്ടി അതൊരു മൊത്തം പലകയാണ് കേട്ടോ എൻ്റെ ദൈവമേ മൊത്തം പലക കൊണ്ട് ഇവർ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 6 മണിയാകുമ്പം കാഞ്ചൻജംഗ എന്ന ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയുടെ ചെറിയൊരു ഗോൾഡൻ വ്യൂ വന്നു തുടങ്ങി എൻ്റെ ദൈവമേ ഭൂമിയിൽ എന്ത് പ്രതിഭാസമാണെന്ന് നോക്കിയേ എൻ്റെ അമ്മ എത്ര മനോഹരമായിട്ടാണ് തിളങ്ങുന്ന നോക്കിയ മൗണ്ടൻസൊക്കെ ശരിക്കും സ്വർണ്ണം തന്നെയാണല്ലേ വെറുതെ അല്ല ഗോൾഡൻ കളർ വ്യൂ എന്ന് പറയുന്നത് എൻ്റെ അമ്മ അടിപൊളി അടിപൊളി അങ്ങനെ സന്തോഷമായി ജീവിതത്തിൽ ഒന്നുകൂടി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നല്ല പനിയാണ് കേട്ടോ അതാണ് എൻ്റെ സംസാരം ഇങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ഗ്രാമത്തിൽ വരാൻ വേണ്ടി പെർമിഷൻ വേണം മംഗനിൽ നിന്നുമാണ് നമ്മൾ പെർമിഷൻ എടുക്കേണ്ടത് കൂടാതെ നിങ്ങൾക്ക് 4 ദിവസത്തെ ഒരു പെർമിഷനാണ് ആദ്യം തരിക 3 or 5 ദിവസം നിങ്ങൾ പറയുന്നത് പോലെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഗ്രാമത്തിൽ വന്ന് ഇവിടെ താമസിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ നമ്മളിവിടെ താമസിക്കുന്ന വീട്ടുകാരുണ്ടല്ലോ അവരോട് അത് പറയുക അവർ നേരെ ചെക്ക് പോസ്റ്റിൽ വിളിച്ച് കാര്യം പറയും കേട്ടോ അങ്ങനെ നമുക്ക് ഒരു പെർമിഷൻ നീട്ടിത്തരുന്നതാണ് പിന്നൊരു കാര്യം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണമാണ് ഇവർ തരുന്നത് ഒരു ദിവസം താമസിക്കാൻ വേണ്ടി 1500 രൂപയാണ് 1000 മുതൽ 1500 2000 രൂപ വരെയുള്ള റൂമാണ് ഇവിടെ ഉള്ളത് 1000 രൂപയുടെ റൂമിന് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാവത്തില്ല കേട്ടോ ടോയ്ലറ്റ് പുറത്താണ് പോകേണ്ടത് 1500 2000 രൂപയുടെ റൂമിന് ടോയ്ലറ്റ് നമുക്ക് അകത്താണ് തരിക ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരത്തെ ചായയും കടിയും രാത്രിത്തേക്കുള്ള ചോറ് ചായ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുടിക്കുക കേട്ടോ മറിച്ച് ഇതിനൊരു ഗുണമെന്ന് വിചാരിക്കുന്നത് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയിലല്ലാതെ മറ്റൊരു ഹോം സ്റ്റേയിലേക്ക് പോകാൻ സാധിക്കും നമ്മുടെ ഇഷ്ടത്തിനുള്ള ക്യാമ്പിങ്ങും കാര്യങ്ങളൊന്നും ഗ്രാമത്തിൽ അലൗഡല്ല ഇവർ സമ്മതിക്കും പക്ഷേ അവരെ റൂൾസിന് അത് എതിരാണ് കേട്ടോ നമ്മളൊരു സ്ഥലത്ത് വന്നാൽ അവരെന്താണോ പറയുന്നത് അത് നമ്മളെന്നും അംഗീകരിക്കാൻ നോക്കുക കേട്ടോ കാരണം ഗ്രാമത്തിലെ ആൾക്കാർ ഒരിക്കലും നമ്മളെന്താണ് അവരോട് അധികം സംസാരിച്ച് അവരെ നമ്മൾ ദ്രോഹിക്കാൻ പോകാൻ പാടില്ല കേട്ടോ ഞാൻ അവരോട് ചോദിച്ചു ആദ്യം വന്ന മുതൽ ടെൻ്റ് അടിക്കാൻ സാധിക്കുമോ ഭക്ഷണം നിങ്ങളെടുത്ത് നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ അവർ സാധിക്കത്തില്ല കേട്ടോ കാരണം ഈ
പെർമിഷൻ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പാസ് പറഞ്ഞല്ലോ 4 ദിവസത്തെ അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. നല്ല മനുഷ്യരാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശത്ത് വരണം, അവരുടെ വീടുകളിൽ താമസിക്കണം, അവരെങ്ങനെയാണ് ജീവിക്കുന്നതൊക്കെ ഒന്ന് കണ്ടറിയുക കേട്ടോ. അത്രമാത്രം നല്ല മനുഷ്യരാണ്. ചോളം കണ്ടോ, വീട്ടിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ തൂക്കിയിട്ടിട്ടാട്ടോ കാണുന്നത്. നമ്മളിങ്ങനെയുള്ള പർവ്വത ഗ്രാമങ്ങളിൽ വന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ചോളം തൂക്കിയിട്ടിട്ട് കാണുന്നുണ്ട്. ഇത് ഇവരെന്താണ് കോഴികൾക്കാണ് കേട്ടോ ധാരാളം കൊടുക്കുന്നത്. എൻ്റെ അമ്മ, എന്ത് വൃത്തിയാണല്ലേ ഗ്രാമപ്രദേശങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഇവരെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിലെ അടുക്കളേൻ്റെ അകത്താണ് കേട്ടോ ഞാനുള്ളത്. മുകൾ ഭാഗത്ത് മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന ലോക്കൽ പച്ചക്കറികളും ചോളം ഇല്ലെങ്കിൽ നമ്മൾ ഇലയൊക്കെ ഇല്ലേ, റായിയൊക്കെ പറയും, അതിൻ്റെയൊക്കെ പഴയതിങ്ങനെ ഇവരെ കെട്ടിത്തൂക്കി മുകളിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. എൻ്റെ അമ്മോ, എന്താ വൃത്തി നോക്കിയേ. മുള കൊണ്ടുണ്ടാക്കിയ ഒരു അടുക്കളയാണ്. നല്ല വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇവരിപ്പോഴാണ് ഇതൊന്നും ചെറുങ്ങനെ പുതുക്കി പണിതെന്ന് പറയുന്നത് വലിയ സിമെൻറ്റ് കൊണ്ടൊന്നല്ല കേട്ടോ, മൊത്തം മരമാണ്. ഈ ഒരു അടുക്കള നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം മരം കൊണ്ടാണ് കേട്ടോ. ഇരിക്കേണ്ട ബെഞ്ചൊക്കെ കണ്ടോ, അതുവരെ ഇവർ മുള കൊണ്ടാണ് പണിതത്. ഇത്രയും ഐഡിയ ഉണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക്. എന്താ രസം നോക്കിയേ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി. പഴയൊരു ലോകത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. കൂടാതെ തന്നെ ഈ ഒരു വിൻഡോൻ്റെ പുറത്തേക്ക് പോകാൻ പോകുന്നത് മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. കാലാവസ്ഥ അത്ര ക്ലിയർ അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഭംഗി നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കും കണ്ടോ. എൻ്റെ അമ്മ, ഇതാണ് ഇവരുടെ കിച്ചൺ വരുന്നത്. അവിടെ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അവർ ഓഫാക്കിയിട്ടാണുള്ളത്. എൻ്റെ അമ്മോ, വേറൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. കിളിവാതിലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മനോഹരമായൊരു കാഴ്ചയിലേക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിനി പോകുന്നത്. ഇത് കണ്ടോ, ഈ ജനലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പം പ്രകൃതി നമ്മളെ മാടി വിളിക്കുകയാണ്. ഇതിനകത്താണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഈ ഒരു ചെറിയ കോട്ടേജ് കണ്ടോ, ഇതിനകത്താണ് താമസിക്കുന്നത്. എന്ത് രസമാണ് നോക്കിയ സ്ഥലം കാണാൻ വേണ്ടി. അമ്പമ്പോ, ഇങ്ങനെ വേണമല്ലേ പ്രകൃതിയെ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടി. ഇവിടെ കണ്ടോ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് മഴക്കാലമാണ് കേട്ടോ. മണ്ണിടിച്ചിലിനാണ് ഇവർ കൂടുതൽ പേടിക്കുന്നത്. അല്ലാത്ത പക്ഷേ ഇവർക്ക് ഒരു കുറവുമില്ല കേട്ടോ. കറണ്ട് കണക്ഷൻ ഇവിടെയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, കൂടാതെ കൃഷിയുണ്ട്. ഇതിനപ്പുറം എന്താണ് മനുഷ്യന് ഈ ജീവിതത്തിൽ വേണ്ടത്? ഇവിടുത്തെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം കണ്ടോ, നമ്മൾ സഞ്ചാരികൾക്ക് ഇവർ വിളമ്പി കൊടുക്കുന്ന ഫുഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കറികൾ മാത്രമാണ്, അതിൻ്റെ കൂടെ ചാവൽ വന്നിട്ടുണ്ട്. ഷുവർ ഷുവർ. ഈ മക്കായിക്ക് ചാവൽ അത് നമ്മളെ ചോളം എല്ലാം ഇട്ടുണ്ടാക്കിയ അരിയാണ് കേട്ടോ. ഇവർക്ക് വേഗം കഴിക്കണം. എന്താ വിചാരിച്ച 4 മണിക്കാണ്. അച്ഛാ അജൂർ ഇസ്ക ക്യാ ഹൈ? റായി കെ സാക്ക് ഗുന്ദ്രു കെ അച്ഛാ 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 നിങ്ക്രോ. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ആണ്. ഇത് പരിപ്പ് കറി. ടീക്ക് ഹൈ, ധന്യവാദ്. സുഹൃത്തുക്കളെ നമസ്കാരം. നോർത്ത് സിക്കിമിലെ മംഗൻ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ജംഗു ഗ്രാമത്തിലാണ് ലെപ്ച കൾച്ചറിൽ പെടുന്ന ആൾക്കാരോട് ജീവിക്കുന്നത്. അവരുടെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിനെ ഇവർ ലെപ്ച ഭാഷയിൽ ടോക് ടോക് എന്നാണ് പറയുന്നത്. ടിബറ്റൻ ഭാഷ ഫെന്തുക്, ടിബറ്റൻ ഭാഷയിൽ ഫെന്തുക് എന്നാണ് പറയുന്നത്. എന്ത് രസമാണ്. ആട്ടയാണ് കേട്ടോ. നമ്മളെ കണ്ണൂർ ഭാഷയിൽ കുഴക്കാട്ട എന്ന് പറയും. അതിന്റെ വേറൊരു സംഭവമാണ്. കൂടാതെ ഫ്രഷ് ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവർ തരുന്നത്. ചായ വരെ തരുന്ന രീതി കണ്ടോ. എത്ര സന്തോഷത്തോട് കൂടി ഒരു തൊപ്പിയുള്ള ഒരു ഗ്ലാസ്സിലാണ് ചായ തരുന്നത്. എൻ്റെ കൂടെ ഒരു ഏട്ടനുണ്ട്. ക്യാമറ ഇതിലോ. നമസ്തേ. नमस्ते. അരും കംബ്രിം कमरी 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 it means लेप्चा भाषा में कमरी. कमरी. अच्छा अच्छा. तबे का नाम? मेरा नाम पूर्वा लिप्चा. पूर्वा लिप्चा. अम्बो. धन्यवाद धन्यवाद, थैंक यू. ഇവര് നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് പോകുമ്പോൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. कमरी कमरी ताशी दिले. मैं आज इधर में जा रहा है. ओके, तो आप तो जा रहे हैं, तो इट्स वेरी सैड.
आप यहाँ पे 3 रात रुका तो अच्छा लगा। तो अगर यहाँ का सर्विस और हॉस्पिटलिटी जितना अभी जितना एकदम। कम नहीं, कम नहीं, होगा तो नहीं, प्लीज नहीं, फॉरगिव अस। അതായത് ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും സഹായക്കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. അത്രയും നല്ല മനുഷ്യരാണ് കേട്ടോ. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ പറയുവാണേ, ഒരു ദിവസം കൂടി ഇവിടെ നിൽക്ക്, നീ പൈസ ഒന്നും എനിക്ക് തരണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ വിഷമമായി കേട്ടോ. നിങ്ങൾ കാലാവസ്ഥ കണ്ടോ, കാലാവസ്ഥ മൊത്തം മോശമായി. താഴെ ഒരു മുള കൊണ്ടുണ്ടാക്കിയൊരു പാലമുണ്ട്, അതിനെന്തെങ്കിലും സംഭവിച്ച് എനിക്ക് പിന്നെ ഇവിടുന്ന് പോകാൻ സാധിക്കത്തില്ല. പാലം പണിയുന്നേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അജൂർ മേ एक बार आए इधर, एक बार अगेन फिर आए मैं इधर. आएगा ना फिर? हाँ श्योर. आपका यहाँ पे तो हर वक्त ओपन है। हम आपको तो बोल रहे हैं यहाँ पे रुक जाओ फॉरएवर, यहाँ पे रुक जाओ। ഇവിടെ നിന്നാ പറയുന്നത്. ठीक है, मैं आपका भैया है, ठीक है. ठीक है, आ जाइए। नेक्स्ट टाइम मैं इधर ही आना है. हाँ, जब भी आएगा यहाँ पे रुक जाना। श्योर. टक्शा താങ്ക് യു ടോക്സി. അപ്പം ഈ ഒരു മനോഹരമായ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു മനോഹരമായ ഗ്രാമക്കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ വരാം.